ഹലോ ഹായ് വണക്കം മകളെ വണക്കം. അങ്ങനെ ഇന്ന് ഗരുഡൻ എന്ന സിനിമയാണ് കണ്ടത്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വെട്രിമാരൻ എന്ന റൈറ്ററാണ് സത്യത്തിൽ എന്നെ ഈ സിനിമയിലേക്ക് കണക്ട് ചെയ്ത്. രണ്ടാമത് സൂരി എന്ന് പറയുന്ന ഒരു നടനും. സോ ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോഴത്തേക്ക് എന്താണ് ഇനി പുതിയതായിട്ട് സംഭവിക്കുക എന്നുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നാട്ടുപുറത്ത് നടക്കുന്ന ഒരു മൂന്ന് സുഹൃത്തുക്കളുടെ ഇടയിൽ നടക്കുന്ന ചില സംഭവങ്ങളും സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ട്രെയിലറും ടീസറും ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗഹൃദമാണ്, സൗഹൃദത്തിനിടയിലെ സ്നേഹമാണ്, വിശ്വാസമാണ്. ഈ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോറി പോണത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? മണ്ണ്, പെണ്ണ്, പൊന്ന്. ഈ മൂന്ന് കാര്യങ്ങളും തന്നെയാണ് ഈ സിനിമയിലും സംസാരിക്കുന്നത്. ബട്ട് ഈ സിനിമയിലൂടെ കൊണ്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നറേറ്റ് ചെയ്യാൻ ഈ സിനിമയിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ നല്ലൊരു വിജയമായിട്ട് എനിക്ക് തോന്നിയത്. ഒരു ക്ലീഷ്യ ടെംപ്ലേറ്റ് ആണ്. നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടുപോയ അതേ ടെംപ്ലേറ്റ് ആണ് ഈ സിനിമയിലും യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ആ ടെംപ്ലേറ്റിനെ ഒരു പ്രേക്ഷകനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള എന്തൊക്കെ വഴികളുണ്ടോ അത് വളരെ ക്ലിയർ കട്ടായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ തന്നെ നമ്മളെന്ന് പറയുന്ന ഒരു ഓഡിയൻസും ആ കഥാപാത്രങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ വളരെ സിമ്പിളായിട്ട് വെട്രിമാരൻ എന്ന് പറയുന്നൊരു എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട്. അത് കൺവേ ചെയ്യാൻ അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സൂര്യ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ഉണ്ടാവുന്ന കുറെ ഇമോഷൻസ്, എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ശശികുമാറിന്റെ കഥാപാത്രത്തിന് എന്താണ് ഇയാൾ ഇങ്ങനെ ആയിപ്പോയത് എന്ന് നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. ഉണ്ണിമുഖത്തിന്റെ കഥാപാത്രത്തിനും അതുപോലെ തന്നെയാണ്, ഇയാൾ എന്താ ഇങ്ങനെ എന്ന് നമ്മൾ ചോദിക്കും. സോ ഈ മൂന്ന് കഥാപാത്രങ്ങളും മനുഷ്യരാണ് എന്ന് പറയുന്ന കറക്റ്റായിട്ടുള്ള കുറെ ഏരിയാസ് ഉണ്ട്. അത് വളരെ സൂപ്പർബായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നതും പ്ലേസ് ചെയ്തിരിക്കുന്നതും. സോ ഒരു ടോട്ടലി ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് എല്ലാം ഉള്ള ഒരു സിനിമയാണ്. പാട്ട്, റൊമാൻസ്, ആടി ഇടി എല്ലാ ഏരിയകളും ഈ സിനിമയിൽ കവർ ചെയ്തു പോകുന്നുണ്ട്. ഇതിലെ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്യുന്ന ഒരു രീതി, അവരുടെ ഒരു ക്യാരക്ടർ സ്കെച്ചിങ് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തന്നെ നമ്മളും ആ കഥാപാത്രങ്ങളുമായിട്ട് ഈസി ആയിട്ട് കണക്ട് ആവും. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ഇമോഷണൽ ബോണ്ടിങ്, അത് ഒരു പ്രേക്ഷകൻ അവർക്കൊപ്പം നിന്ന് ആ ഇമോഷണൽ ബോണ്ടിങ്ങിലേക്ക് കടക്കാനും പറ്റും. സോ അവിടെ നടക്കുന്ന ഓരോ കോൺഫ്ലിക്റ്റും നമ്മുടേതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ തന്നെയാണ് കറക്റ്റ് ആ ഒരു പഞ്ച് കീപ്പ് ചെയ്ത് ഇന്റർവെല്ലിൽ സീൻ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. കിഡിലായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതൊരു പ്രത്യേക ഫീലാണ്. ആ ഒരു ഇന്റർവെല് ഫൈറ്റ് സീക്വൻസ് അടിപൊളിയാണ്. എന്നിട്ട് ആ ഫൈറ്റ് സീക്വൻസിൽ സൂര്യയുടെ ഒരു നോട്ടത്തിന് തിയേറ്ററിൽ കിട്ടിയൊരു കയ്യടി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. കാരണം അയാളുടെ പെർഫോമൻസ് കൊണ്ട് അവിടെ ആൾക്കാർ അയാളെ അക്സെപ്റ്റ് ചെയ്തു. അത്ര അടിപൊളിയായിട്ടാണ് ആ ഒരു നോട്ടത്തിന് കിട്ടുന്ന ഒരു ഫീല്. തൊട്ടടുത്തത് ഇൻട്രോയിൽ കഴിഞ്ഞിട്ട് വരുന്ന ഒരു പോലീസ് സ്റ്റേഷൻ സീനിൽ അയാളുടെ നിഷ്കളങ്കത എത്ര സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്. ബട്ട് അതും സൂപ്പർവാണ്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ, പിന്നീട് വരുന്ന കഥാപാത്രങ്ങൾ, എസ്പെഷ്യലി ശിവതയുടെ കഥാപാത്രത്തിനൊക്കെ പെർഫോം ചെയ്യാൻ നല്ല അടിപൊളി ഏരിയ കിട്ടിയിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈമാക്സ് ഫൈറ്റ്, അതും കൂടെ പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ക്ലൈമാക്സ് ഫൈറ്റ് തനി നാട്ടിൻപുറം അടിയാണ്, നാച്ചുറൽ അടിയാണ്. ആ അടിക്കകത്ത് ഉണ്ടാവുന്ന വയലൻസ് എന്തൊക്കെയാവാം, ആ സാധനങ്ങൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആ വെട്രിമാരൻ എന്ന് പറയുന്നൊരു സംവിധായകന്റെ സിനിമകളിൽ വരുന്ന കുറെ രക്തം ചിന്തല് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയായിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആ ക്ലൈമാക്സ് ഫൈറ്റിനകത്തുള്ള കുറെ സാധനങ്ങളുണ്ട്, അതൊക്കെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ കൊറിയോഗ്രാഫി പൊളിയാണ്. പെർഫോമൻസുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൂരി നന്നായിട്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് ആ ഡെപ്ത് കൊടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ശശികുമാർ ആണെങ്കിലും ഒപ്പം ഉണ്ണിമുകുന്ദനാണെങ്കിലും ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഉണ്ണിമുകുന്ദനെ എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തമിഴ് പറച്ചില് നമ്മുടെ ഒരു മലയാളീകരിച്ച ഒരു സംഭവം അതിനകത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. അത് ചിലയിടത്ത് ഭയങ്കരമായിട്ട് മുഴച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കിട്ടിയ കുറെ ഏരിയകളുണ്ട്. ബട്ട് അവിടെയൊക്കെ ഒരു സ്കെയില് ഒരല്പം താന്നു നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശിവതയുടെ കഥാപാത്രമാണെങ്കിലും ഇതിൽ വരുന്ന അപ്പത്തായുടെ കഥാപാത്രമാണെങ്കിലും എനിക്കൊന്ന് ആ അപ്പത്തായിട്ട് വന്ന അമ്മച്ചി തന്നെ ഇതിനു മുമ്പ് ശശികുമാറിന്റെ കുട്ടിപ്പുലി എന്ന് പറയുന്ന ഒരു സിനിമയിലും അദ്ദേഹത്തിന്റെ അമ്മയായിട്ട് വന്നിട്ടുണ്ട്. അതിലും പുള്ളിക്കാരി കിടിലം പെർഫോമൻസ് ആണ്, ഇതിലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഈ സിനിമയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ ആരും മോശക്കാരൊന്നുമല്ല, എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവന്റെ മ്യൂസിക് ആണെങ്കിലും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. സോ എസ്പെഷ്യലി എടുത്തു പറയുകയാണ്, ഇതൊരു സ്ഥിരം ക്ലീഷ്യ ടെംപ്ലേറ്റുകളുള്ള ഒരു മൂവിയാണ്. ബട്ട് അതിനെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ പ്രേക്ഷകൻ എങ്ങനെ കറക്റ്റായിട്ട് കണക്റ്റ് ആവും എന്നുള്ളത് ആലോചിച്ച് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത ഒരു ഗംഭീര സ്ക്രിപ്റ്റാണ് വെട്രിമാരൻ്റെത്. അത് ക്ലിയർ ആയിട്ട് സംവിധായകനെ കൊണ്ടുവന്ന് നല്ലൊരു പ്രൊഡക്റ്റാക്കി എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും മുഷിപ്പില്ലാതെ ഇരുന്ന് കാണാൻ പറ്റുന്ന
നല്ല ഒരു സിനിമ തന്നെയാണ് ഗരുഡൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നന്നായിട്ട് കണക്ട് ആയിട്ടുണ്ട്. സോ ഇൻ ഷോർട്ട് ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3/5 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിലും യൂട്യൂബിന്റെ ഷോർട്സിലും ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ സിനിമകളെ പരിചയപ്പെടുത്തുന്ന ചെറിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അതുകൂടെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മുടെ ഇതേ പേരിൽ തന്നെയാണ് പേജ് ഉള്ളത്. സോ ഫോളോ ചെയ്യുക, കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ സിനിമകൾ നിങ്ങൾ എനിക്കും പറഞ്ഞു തരിക. അതുപോലെ തന്നെ നമ്മൾ പരിചയപ്പെടുന്ന സിനിമകൾ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സോ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. എനിവേ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും